ആദ്യ നിയമസഭാ ദിവസത്തിലേക്ക് പോലുമുള്ള ആകാംക്ഷകളിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. ആദ്യം നമുക്ക് വ്യക്തത ഉണ്ടാവേണ്ടത് മന്ത്രിസഭയിലുമാണ്. തിങ്കളാഴ്ച രാവിലെ 10 മണിക്കാണ് വി.ഡി. സതീശൻ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത്. അതിനു മുമ്പ് മന്ത്രിമാർ ആരൊക്കെ, വകുപ്പുകൾ ഏതൊക്കെ എന്ന കാര്യത്തിൽ ഒരു മുന്നണി ധാരണ ഉണ്ടാവേണ്ടതുണ്ട്. ആ ഒരു കടുത്ത വെല്ലുവിളിയാണ് അവർക്ക് മുന്നിലുണ്ട്. ചെറുകക്ഷികളടക്കം മുന്നണിക്ക് മുന്നിൽ വലിയ സമ്മർദ്ദമുണ്ട്. UDF മിനിസ്ട്രിയുടെ കാലത്ത് നമുക്കറിയാം എല്ലാ ചെറുകക്ഷികൾക്കും മന്ത്രിസ്ഥാനം നൽകിക്കൊടുത്തു പോകുന്ന ശൈലിയാണ് ഉണ്ടായത്. ഇത്തവണ അതുണ്ടാകുമോ എന്ന കാര്യം കൂടിയാണ് ഏറെ പ്രസക്തമാവുന്നത്. അതിൻ്റെ രാഷ്ട്രീയ സാധ്യതകൾ കൂടി നമുക്ക് പരിശോധിക്കാം. BV അരുൺ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അരുൺ, ഈ സാധ്യതകളിലേക്ക് പോകുമ്പോൾ ഏറ്റവും പ്രധാനം കോൺഗ്രസിൻ്റെ ചർച്ചകൾ ആദ്യം അവർക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. വളരെ കലുഷിതമാണ് സാഹചര്യം. രമേശ് ചെന്നിത്തലയെ അടക്കം അനുനയിപ്പിക്കേണ്ടതുണ്ട്. അവിടേക്ക് ഈ മുന്നണി സംവിധാനത്തിൽ സീറ്റുകൾ വീതം വരുമ്പോൾ ഏത് തരത്തിലുള്ള സാധ്യതകളിലേക്കാണ് നമുക്ക് പോകാൻ കഴിയുന്നത്? എന്താണ് നിലവിൽ UDF-നകത്തെ ഈ ചർച്ചകൾ? അതിൽ ചെറുകക്ഷികൾക്ക് പ്രതീക്ഷ വയ്ക്കണോ? സഹിത്ത് പരമാവധി 21 മന്ത്രിമാർ ആ രീതിയിലാണ് മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോഴത്തെ ധാരണയനുസരിച്ച് 11 കോൺഗ്രസിൻ്റെ 11 മന്ത്രിമാർ ഉണ്ടാകും. കഴിഞ്ഞ തവണയും 11 മന്ത്രിമാരായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിലും ഉണ്ടായിരുന്നത്. 11 മന്ത്രിമാർ കോൺഗ്രസിനുണ്ടാകും. സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും കോൺഗ്രസ് തന്നെ ഏറ്റെടുക്കും. മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരാണ് ഉള്ളത്. കഴിഞ്ഞ തവണ 5-ാം മന്ത്രി നൽകിയതൊരു വിവാദമായിരുന്നു. പക്ഷേ അതുകൊണ്ട് തന്നെ അവരുടെ ഇനി ആ ഒരു സ്റ്റാറ്റസിൽ നിന്ന് താഴേക്ക് പോകില്ല. സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ അത് പോകും. 5 മന്ത്രിമാർ മുസ്ലിം ലീഗിന് വരും. കേരള കോൺഗ്രസിന് 2 മന്ത്രിമാരാണ് അവരുടെ ആവശ്യം. 7 പേർ ജയിച്ചു വന്നു. 2 മന്ത്രിമാർ വേണമെന്ന ആവശ്യമാണ് അവർക്കുള്ളത്. പക്ഷേ അത് നൽകാൻ സാധ്യതയില്ല. 1 മന്ത്രിയാകും കേരള കോൺഗ്രസ് പാർട്ടിക്ക് നൽകുക. മോൻസ് ജോസഫ് അവിടെ നിന്ന് മന്ത്രിയാകാൻ സാധ്യത ഏറുകയാണ്. ചീഫ് വിപ്പ് പദവി കൂടി ഒരുപക്ഷെ അവർക്ക് നൽകിയിരിക്കും. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരള കോൺഗ്രസ് എമ്മിനാണ് ചീഫ് വിപ്പ് നൽകിയത്. സമാനമായി ഇത്തവണ ജോസഫ് ഗ്രൂപ്പ് അത് UDF-നോട് ആവശ്യപ്പെടും. അത് അവർക്ക് നൽകാൻ തന്നെയാണ് സാധ്യത. RSPയുടെ ഷിബു ബേബി ജോൺ മന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. നേരത്തെയും UDF സർക്കാരുകൾ അദ്ദേഹം മന്ത്രിയായിരുന്ന ആളാണ്. CMBക്ക് ഒരു മന്ത്രി ഉണ്ടാകും. അത് CP ജോൺ. MV രാഘവന് ശേഷം CMBയുടെ നിയമസഭയിലെ പ്രാതിനിധ്യമാണ് CP ജോൺ. CP ജോണിന് നേരത്തെ തന്നെ മന്ത്രിസ്ഥാനം ഉറപ്പ് നൽകിയിരുന്നു. പലപ്പോഴും പല പൊതുയോഗങ്ങളിൽ പോലും V.D. സതീശൻ അന്ന് CP ജോണിനെ ജയിപ്പിക്കും, മന്ത്രിയാക്കുമെന്ന് തന്നെ പറഞ്ഞിരുന്നു. CP ജോൺ മന്ത്രിയാകുമെന്ന് ഉറപ്പാണ്. മാണി സി കാപ്പനും KK രമയ്ക്കുമാണ് ഇനി മറ്റ് 2 സാധ്യതകൾ. അത് പൂർണ്ണ സമയം മാണി സി കാപ്പന് നൽകുമോ അല്ല KK രമയ്ക്ക് കൂടി 2.5 വർഷം വീതം നൽകുമോ എന്ന കാര്യത്തിലാണ് ഒരു വ്യക്തത വരേണ്ടത്. മന്ത്രിസ്ഥാനം വേണ്ട എന്നൊരു നിലപാട് KK രമ സ്വീകരിക്കുന്നു. പക്ഷേ പാർട്ടി മന്ത്രിസ്ഥാനം ഏറ്റെടുക്കണമെന്ന ആവശ്യമാണ് RMP മുന്നോട്ട് വയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ KK രമയ്ക്ക് മന്ത്രിസ്ഥാനം ഏറ്റെടുക്കാൻ തയ്യാറായാൽ മാണി സി കാപ്പനും KK രമയ്ക്കും 2.5 വർഷം വീതം എന്നൊരു ധാരണയിലേക്ക് പോകും. മുഴുവൻ സമയം അനൂപ് ജേക്കബ് മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അനൂപ് ജേക്കബിന് 5 വർഷവും ഉണ്ടാകും. നേരത്തേക്കുള്ളതുപോലെ അതിൽ ഒരു മാറ്റം വരില്ല. അങ്ങനെ 21 മന്ത്രിമാരെ അങ്ങനെയാകും വിഭജിക്കുക. ഇതിനപ്പുറത്തേക്ക് കോൺഗ്രസ് കൂടുതൽ മന്ത്രിസ്ഥാനം എടുക്കുമെന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. ഏതായാലും ഇപ്പോൾ 11 മന്ത്രിമാർ കോൺഗ്രസിനും 5 മന്ത്രിമാർ ലീഗിനും പിന്നീട് താഴേക്ക് ചെറു പാർട്ടികൾക്കൊക്കെ ഓരോ മന്ത്രിമാരെന്നൊരു രീതിയിലാകാം മന്ത്രിസഭാ രൂപീകരണം. അതാണ് സാഹചര്യം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഇത് സംബന്ധിച്ച് ഇപ്പോൾ നടക്കുന്ന ആലോചനകളിൽ ചെറുകക്ഷികളെയും പരിഗണിച്ചുകൊണ്ടുള്ള ആലോചനകളാണ്. പക്ഷേ അത് എത്ര കണ്ട് സാധ്യമാകുമെന്ന ചോദ്യമാണ്. ആദ്യം തീരുമാനിക്കേണ്ടത് കോൺഗ്രസിന് എത്ര പേരെന്ന കാര്യമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.